സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയ സ്ക്രിപ്റ്റ് എന്നൊരു വരയുണ്ട്. ഒരു ആക്ടർ അതിൽ കൂടെ പോകുമ്പോൾ എത്രമാത്രം വരയെന്ന് ചാടി മാറി പണിയെടുക്കാൻ സമ്മതിക്കാറുണ്ട്? ആദ്യത്തെ ഷോർട്ട് ഫിലിം ഒഴിച്ച് അത് ഞാൻ ഒരു കഥയിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തതാണ്. ബാക്കി മൂന്നിലും വേറെ ആൾക്കാരായിരുന്നു റൈറ്റേഴ്സ്. ഞാനും ക്ലോസ്ലി ഇൻവോൾവ് ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. പക്ഷെ ഇത് വൺസ് ആ പേജിൽ വന്ന് നമ്മൾ ഈ സാഹിത്യത്തിൽ നിന്നൊക്കെ തുടങ്ങുന്നുണ്ടായിരിക്കും, ആ പേജിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനോട് വലിയ റെസ്പെക്റ്റ് ആണ്. അപ്പോൾ അത് പേജിൽ വരുത്തുന്ന പെർഫെക്റ്റ് ആക്കാനും നമ്മൾ ഈ പറഞ്ഞ പല ചർച്ചകളിലൂടെയും അത് ഞാൻ ഉറപ്പിക്കും. പേജിൽ വരുന്ന പെർഫെക്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ആരെങ്കിലും ഒന്ന് മാറ്റിയാൽ എനിക്ക് വലിയ അസ്വസ്ഥതയാണ്. അപ്പോൾ എന്നുവെച്ചാൽ ഞാൻ എൻ്റെ തലയിൽ അത് പ്ലേ ആവുന്നത്. അപ്പോൾ ഇത് പലരും കണ്ട ആൾക്കാർ, മീൻസ് എൻ്റെ പ്രോസസ്സ് കാണുന്ന ആൾക്കാർക്ക് അവർക്ക് ഭയങ്കര അതിശയമുള്ള എങ്ങനെയാണ് ഇത് എൻ്റേതാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇത് വേറൊരാളുടെ സ്ക്രിപ്റ്റാണെന്ന് തോന്നാറില്ല. കാരണം ഞാൻ അത്രയും ഇന്റേണലൈസ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്ത് തിരുത്തുകൾ വരുത്താനും എനിക്ക് പറ്റും. കാരണം ഞാൻ ആ റൈറ്ററിൻ്റെ സ്റ്റേറ്റിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇത്രയും എക്സ്റ്റെൻസീവ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഈ ആദ്യമായിട്ട് റോഷനടുത്ത് ഇൻട്രാക്ട് ചെയ്ത് നമ്മൾ ഈ വർക്ക്ഷോപ്പ് ഫേസ് ഇൻട്രാക്ട് ചെയ്തപ്പോൾ എനിക്ക് ആദ്യത്തെ ദിവസം എൻ്റെ ആശ്വാസം നമ്മുടെ ഡയലോഗ് എല്ലാം റോഷൻ പറഞ്ഞോളൂ, ഓരോ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. അത് കറക്റ്റ്. എനിക്ക് ഏറ്റവും പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം മോഡുലേഷനാണ്. ഞാൻ സാധാരണ ആൾക്കാരെ ഏറ്റവും പുഷ് ചെയ്യേണ്ടി വരുന്ന മോഡുലേഷൻ ശരിയാക്കാനാണ്. ഇത് ഞാൻ എന്താണ് വിചാരിച്ചാൽ അത് തന്നെയാണ് റോഷൻ. അതിൻ്റെ അപ്പുറത്തോട്ട് പോയാലേ ഉള്ളൂ, മുകളിലേക്ക് പോയാലേ ഉള്ളൂ.